കാര്യം പറയാനാണ്. ഞാൻ ഡ്രൈവിംഗ് ക്ലാസ്സിനാണ് പോകുന്നത്. എനിക്ക് നിങ്ങളെ വക രണ്ടാളെ വക ഇൻസ്ട്രക്ഷൻസും വേണ്ട. എൻ്റെ ഇൻസ്ട്രക്ടർ ഓൾറെഡി എൻ്റെ കൂടെ ഉണ്ട്. 2024 എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമാണ് UK ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുക എന്നുള്ളത്. അതിപ്പോഴും ഞാൻ അതിൻ്റെ പിറകെയാണ്. 2025 എനിക്കത് നേടിയെടുക്കണം. അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇവരെങ്ങനെയാണ് എന്നെ പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. നാട്ടിലെ 4000 രൂപയാണ് കേട്ടോ ഇവിടെ ഒരു മണിക്കൂർ ഇവർ പഠിപ്പിക്കുന്നതിന്. നമ്മളെ സീറ്റ്സും മിററും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം 6 പോയിൻറ്റ് ചെക്ക് എന്ന് പറയുന്നത് 2 ബ്ലൈൻഡ് സ്പോട്ടും 2 സൈഡിലും പിന്നെ ഫ്രണ്ട് മിറർ ത്രൂ ബാക്ക് അങ്ങനെ 6 പോയിൻറ്റ്സ് ആണ്. അത് നിർബന്ധമായും തല ശരിക്ക് ചെരിച്ച് നോക്കിയില്ലെങ്കിൽ നമ്മളെ ഫെയിലാക്കാൻ ചാൻസ് ഉണ്ട്. മിറർ എപ്പോഴും നമ്മൾ നോക്കണം. എവറി 3 സെക്കൻഡ്സിൽ മിറർ നോക്കുന്നത് ഒരു ഹെൽത്തി ഹാബിറ്റായിട്ടാണ് ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ 2 സൈഡിലെ മിറേഴ്സും ഫ്രണ്ടിലെ മിറേഴ്സും ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് തല ചെരിച്ച് തന്നെ നോക്കണം കേട്ടോ. ജസ്റ്റ് കണ്ണുകൊണ്ട് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല. തല ചെരിച്ച് തന്നെ നോക്കിയാലേ ഇവർ ഹാപ്പി ആവുള്ളൂ. Hold that, okay, so that whenever you have this, when that turns amber, do your 3 mirrors, 1, 2, 3. Okay. Put your handbrake down and that's it. Okay. And your right foot ready on the gas. Okay. Put your right foot on the gas, nice and ready, steady. Okay. Safety check and handbrake down, and off you go. Release your clutch more. So at least we didn't waste time because we're ready to go. Okay. Gas, mark the accelerator. Brake too harshly. വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നത് സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് ലാൻഡിങ് ആണ് വേണ്ടത്. ഹാർഷായിട്ട് ബ്രേക്ക് ചവിട്ടാൻ പാടില്ല. അങ്ങനെ വണ്ടി സ്റ്റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ടുള്ള സീരിയസ് ഇഷ്യൂ അല്ല, പക്ഷെ അതൊരു നെഗറ്റീവാണ് കേട്ടോ. സ്പീഡ് ലിമിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. ഓരോ റൂട്ടിലും 30 അല്ലെങ്കിൽ 40, 45, 50 ഒക്കെ അതിൻ്റെ സ്പീഡ് ലിമിറ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ 30 ആണ് സ്പീഡ് ലിമിറ്റെങ്കിൽ നമ്മൾ 25 to 30 ഉള്ളിൽ തന്നെ നമ്മുടെ വണ്ടി ഓടിച്ചിരിക്കണം. അതിൽ 25 കുറവോ 30 കൂടുതലോ പോയിട്ടുണ്ടെങ്കിൽ ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. റോഡിൽ 2 വെഹിക്കിൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 2 സെക്കൻഡ് ഗ്യാപ്പാണ്. അതായത് ഡ്രൈവറിന് മുന്നിലുള്ള വണ്ടിയുടെ ടയർ വ്യക്തമായിട്ട് കണ്ടിരിക്കണം. ഇത് റെയിൻ സീസണിലും ഐസ് സീസണിലും ഒക്കെ വ്യത്യാസം വരും കേട്ടോ. കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈമിൽ നമ്മൾ കൂടുതൽ അകലം കുറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മിറേഴ്സ് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. എനിക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകണമെങ്കിൽ റൈറ്റ് സൈഡിൽ മിറർ ചെക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ സിഗ്നൽ ഇടുക. എനിക്ക് ലെഫ്റ്റ് സൈഡിലാണ് പോകണമെങ്കിൽ തല ചെരിച്ച് ലെഫ്റ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ സിഗ്നൽ ഇടണം. തല ചെരിച്ച് തന്നെ നോക്കണം. കണ്ണുകൊണ്ട് നോക്കിയാൽ പോരാ, അവർ സാറ്റിസ്ഫൈഡ് ആവില്ല. പിന്നെ സെൻറ്ററിലെ മിറർ നോക്കുന്നത് നമ്മളെപ്പോഴും ടേൺ ചെയ്യുമ്പോഴും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുമ്പേയും പിന്നെ എന്തെങ്കിലും ഒരു ഹസാർഡ് നമുക്ക് വരുന്നുണ്ട്, ഞാൻ എന്തോ ഒരു ഹസാർഡ് മുമ്പേ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടും എൻ്റെ മിറർ ചെക്ക് ചെയ്തിരിക്കണം കേട്ടോ. മാക്സിമം ലെഫ്റ്റ് സൈഡിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. റൈറ്റ് സൈഡ് ഓവർടേക്കിംഗ് ലൈനാണ്, അതുകൊണ്ട് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് അധികം അങ്ങോട്ട് പോകാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകാം.